മന്ത്രിമണ്ഡലമായിട്ടും തൃത്താലയിൽ കാര്യമായ വികസനങ്ങൾ നടന്നിട്ടില്ലെന്ന UDF സ്ഥാനാർത്ഥി VT ബൽറാം. താൻ MLA ആയിരുന്ന കാലത്തെ വികസനങ്ങൾക്ക് പോലും തുടർച്ചയുണ്ടായില്ല. താൻ MLA ആയ 10 വർഷവും MP രാജേഷിന്റെ 5 വർഷവും ജനങ്ങൾ താരതമ്യം ചെയ്യട്ടെയെന്നും VT ബൽറാം മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃത്താല. VT ബൽറാമും MP രാജേഷും നേർക്കുനേർ പോരാട്ടമാണ്. VT ബൽറാം എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെയല്ലേ ഒരു ശക്തമായ പോരാട്ടമല്ലേ? എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ പോരാട്ടങ്ങളും ഇത്തവണ ശക്തമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ ആ ഓരോ മണ്ഡലത്തിലെയും പ്രവർത്തനങ്ങളുടെ ഒടുവിൽ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ 100-ൽ കുറയാത്ത സീറ്റിൻ്റെ ഭൂരിപക്ഷവുമായി UDFൻ്റെ ഒരു സർക്കാർ ഇത്തവണ കേരളത്തിലുണ്ടാകും. അതിൽ തൃത്താലയും ഉണ്ടാകും. UDFൻ്റെ അടുത്ത ജനപ്രതിനിധിയുമായി അടുത്ത UDF സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തൃത്താലയും കടന്നു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഈ 10 വർഷം താങ്കൾ തൃത്താലയുടെ ജനപ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ തവണ ഈ നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇത്തവണ അത് മറികടക്കുക എന്നുള്ളത് എങ്ങനെയാണ് കാണുന്നത്? അത് ഈ കഴിഞ്ഞ തവണ ഉണ്ടായ ചില പാർട്ടിക്കുള്ളിലുണ്ടായ ചില പ്രശ്നങ്ങൾ, BJPയുടെ കുറച്ച് വോട്ട് നേരത്തെ ലഭിച്ചതിനേക്കാൾ കുറഞ്ഞു, ഈ സാഹചര്യങ്ങളൊക്കെ മാറുമോ? കഴിഞ്ഞ തവണ BJP അവർക്ക് പിടിക്കാൻ കഴിയുമായിരുന്ന വോട്ടുകളൊന്നും പിടിച്ചില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർക്കൊരു 18,000-20,000 വോട്ടൊക്കെ തൃത്താല മണ്ഡലത്തിലുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനിലാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ വോട്ട് അവർക്ക് കിട്ടാറുണ്ട്. പക്ഷേ നിയമസഭയിൽ ഇത്രയെങ്കിലും കിട്ടേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവർക്ക് 13,000-ഓളം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6,000-ഓളം വോട്ട് അവർക്ക് മറ്റേതോ വഴിക്ക് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പരാജയത്തിൻ്റെ മാർജിൻ 3,000-ആണ്. അപ്പോൾ അത്തരമൊരവസ്ഥ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും അതിനെയൊക്കെ അതിജീവിച്ച് തൃത്താലയുടെ മതേതര മനസ്സ് ഇത്തവണ UDFനൊപ്പം നിൽക്കും, ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. വികസനം തന്നെയായിരിക്കും പ്രധാന ചർച്ച. തീർച്ചയായിട്ടും ഒരു നാട്ടിലെ വികസനം, ആ വികസനത്തിൻ്റെ കാര്യത്തിലുള്ള കമ്പാരിസൺ, ആ തുറന്ന കമ്പാരിസനെ കുറിച്ച് തൃത്താലയിലെ ജനങ്ങൾക്ക് ഇത്തവണ അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്. കാരണം തൃത്താലയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 കാലഘട്ടത്തെ ജനങ്ങൾക്ക് താരതമ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. 2011 മുൻപുള്ള ഒരു കാലഘട്ടം, തുടർച്ചയായി 20 വർഷം CPMൻ്റെ MLAമാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം 2011 മുതൽ 2021 വരെയുള്ള ഞാൻ പ്രതിനിധീകരിക്കുന്ന സമയത്ത് ഉള്ള 10 വർഷം, അതിനുശേഷം ഇപ്പോഴുള്ള 5 വർഷം. ഈ 3 കാലഘട്ടത്തെയും വിലയിരുത്തിയാൽ നമുക്ക് ഈ 5 വർഷം എന്ന് പറയുന്നത് പഴയ ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റം ഇത്തവണ ഉണ്ടാവണം. അതുകൊണ്ടാണ് ബൽറാമാണ് ബെസ്റ്റ് എന്നൊരു ക്യാപ്ഷൻ UDF പ്രവർത്തകർ വെച്ചിരിക്കുന്നത്. UDFൻ്റെ ഒരു ടാഗ് ലൈനായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് തൃത്താലയിലെ ജനങ്ങൾ അവരുടെ ഒരു അഭിപ്രായം പറയുന്നതായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അവർക്ക് അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ തൃത്താലയ്ക്ക് അനുയോജ്യനായിട്ടുള്ള ജനപ്രതിനിധി ആരാണ്, നാടിൻ്റെ വികസന കാര്യങ്ങളിൽ മെനക്കെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആളാരാണ്, ഒരു പുറത്തുനിന്ന് വന്ന് അല്ലെങ്കിൽ മറ്റു രീതിയിൽ താല്പര്യമില്ലാതെ. അപ്പോൾ തൃത്താലയിൽ ജനങ്ങൾ തന്നെ വികസനങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നാണ് VT ബൽറാം പറയുന്നത്.